ബ്രസ്റ്റ് ക്യാൻസറിന്റെ കണക്ഷൻ ഇത് തന്നെയാണ്. ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും ദ ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കംസ് ഡൗൺ ബൈ 10%. ആവറേജ് ഇൻസിഡൻസ്, ലൈഫ് ടൈം ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കേരളത്തിലനുസരിച്ചിട്ട് 10 മുതൽ 12% ഉണ്ട്. 5 മക്കളെ പ്രസവിച്ചാൽ അത് 50% കുറയും. ഇത് വളരെ ശരിയായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആക്ച്വലി ഞാൻ ഇതിനെപ്പറ്റി വായിച്ചു. അതിൽ പറയുന്നത് ഏർലി 20s, അതായത് 20-21 ആ ഒരു ഏജിൽ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ലൈഫ് ടൈം ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കുറയും എന്നാണ്. പക്ഷേ പല റിസർച്ചിലും പറയുന്നുണ്ട് പ്രസവിച്ച് ആദ്യത്തെ 10 വർഷം ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ചെറുതായിട്ട് കൂടുന്നുണ്ടെന്നൊക്കെ ചിലർ റിസർച്ചിൽ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ ആയിരിക്കും. പിന്നെ 10-21 വയസ്സിൽ പെൺകുട്ടികൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ, ഫിനാൻഷ്യലി പൈസ ഇല്ലാത്തവരാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഗതി അല്ലാത്ത അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ പല റിസർച്ചുകൾ വേറെ പറയുന്നുണ്ട്. ഈ ജനസംഖ്യാ നിയന്ത്രണക്കാർ പറയണതിനനുസരിച്ച് അവർ പറഞ്ഞു തുടങ്ങിയത് നാം 2 നമുക്ക് 3 എന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാം 2 നമുക്ക് 2. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാം 1 നമുക്ക് 1. ഇപ്പൊ കുറെ സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ട് നാം 1 നമുക്ക് എന്തിന്, കുട്ടി വേണ്ട പട്ടി മതി എന്ന് വിചാരിച്ച് പട്ടീനെയും പൂച്ചേനെയും വളർത്തുന്ന കുറെ മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. എടാ ഇത് നമ്മളെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഇനിയിപ്പോ ഇത് നമ്മളെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല. പട്ടീനെ നോക്കി വളർത്തി ജീവിക്കണ കുറെ മനുഷ്യര്, അവർക്ക് മണ്ടത്തരം പറ്റിയെന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണെന്നറിയോ? പട്ടി ചത്തുപോയി കുറച്ച് കഴിഞ്ഞപ്പോ. പട്ടിയുടെ ആയുസ് 15 കൊല്ലല്ലേ ഉള്ളൂ. നീ വലുതായിട്ട് സ്വന്തമായിട്ട് നടക്കാറൊക്കെ ആവുമല്ലോ, ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് റോഡിലൊക്കെ പോകാറാകുമ്പോഴത്തേക്ക് നീ എന്നെ നോക്കണം, വലുതായിട്ട് പോയി കുക്ക് ചെയ്യണം, വയസ്സാവുമ്പോ എന്നെ നോക്കണം. അതിനൊക്കെയാണ് കേട്ടോ നിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച് വളർത്തുന്നത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചാ. കാലാകാലങ്ങളായിട്ട് എല്ലാ അച്ഛനമ്മമാരും വളർത്തണ എന്തിനാണ്? വയസ്സാകാലത്ത് നീയൊക്കെ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നോക്കൂലേടാ. അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് വളർത്തിട്ട് എന്തിനാണല്ലേ? മനുഷ്യ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നത് തന്നെ വയസ്സാകുമ്പോൾ നമ്മളെ നോക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആരും നോക്കും?